അളിയാ ഇപ്രാവശ്യം കോളേജ് ഫെസ്റ്റ് നല്ല ഗ്രാൻഡ് ആയിട്ട് എൻജോയ് ചെയ്യണം. ഇതാ നോക്കിയേ, പഠിച്ച് ഞാൻ വേണമെങ്കിൽ സീനിയർ ആയിരിക്കാം, പക്ഷേ എന്റെ സീനിയോറിറ്റി എന്നെ കൊണ്ട് വിട്ടുതരാൻ പറ്റില്ല. അവരെന്തെങ്കിലും വാലാട്ടിയാൽ ആ വാല് കട്ടി നമുക്ക് കിണറ്റിലോട്ട് വലിച്ചെറിയാം. ഇതാടിന്റെ രാജ്യവട. എങ്ങനെടാ? അതല്ല, സീനിയേഴ്സിന് മുമ്പിൽ സൈലന്റ് ആയിരുന്നാലേ പിന്നെ നമ്മൾ എപ്പോഴാ എൻജോയ് ചെയ്യാളിയാ? ആരാടാ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ നീ അങ്ങനെ ഇരുന്നോടാ. പറഞ്ഞത് കറക്റ്റ് ആശാനെ. അതും ആ പയ്യന്മാർക്ക് ഒരു ചാൻസും ഇല്ല. ക്രൗഡ് അവരുടേതായിരിക്കണം, പക്ഷേ സ്റ്റേജ് നമ്മുടേതായിരിക്കണം. ഓഹോ, ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾ ഉള്ളത് കൊണ്ട് ബോഡി കൽപ്പ് എനർജി കൂടുന്നുണ്ടല്ലോ. അളിയാ നീ എന്താ പറയുന്നത്? അവൻ പറയുന്നതും കറക്റ്റ് അല്ലേ? ഈ പ്രാവശ്യം അങ്ങനെ നടക്കത്തില്ലടാ. മെക്കാനിക്കലിന്റെ പവർ എന്താന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലാക്കിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് തന്നെ മനസ്സിലാക്കിക്കോളും. കുഴപ്പമില്ല, വിട്. ഇനി അഥവാ മനസ്സിലാക്കിയില്ലെങ്കിലോ? പടക്കം വോട്ടിന് ചെലവ് ചെയ്താൽ പോലും ജയിക്കാൻ പറ്റുന്നില്ല. ഇനി വെറും കൈ കൂടെ വീശിക്കൊണ്ടിരുന്ന ജയിക്കാൻ പറ്റൂടാ. ഞങ്ങൾ ദസറ കാണാൻ വന്നവരല്ല, ദസറ നടത്താൻ വന്നവരാ. വാടാ. അളിയാ, ഈ പ്രാവശ്യത്തെ റിസൾട്ട് ട്രാക്കിലുള്ള പോലാണല്ലോ തോന്നുന്നേ. ആണോ അളിയാ? എൻ്റെത് ഏത് ട്രാക്കിലാണെന്ന് ഞാൻ തന്നെ നോക്ക്. എൻ്റെതൊക്കെ നോക്കാതെ തന്നെ പറയാം. എന്തുപറ്റി അളിയാ? വൈബ്രേഷനോ തെർമോഡൈനമിക്സും പൊട്ടി അളിയാ. അയ്യോ, അത് തന്നെയല്ലോ നിനക്ക് പണ്ട് തൊട്ട് പ്രശ്നം. ശേ, ഒരു തവണ പോലും കപ്പടിക്കാതെ RCB ടീമിനെ ട്രൈ ചെയ്യുമ്പോഴേ എൻ്റെതൊക്കെ ഒരു വിഷയമാണ്. ഇത്തവണയുണ്ടല്ലോ, ഈ പ്രാവശ്യം കപ്പ് കിട്ടിയില്ല എന്താളിയാ, അടുത്ത പ്രാവശ്യം നമുക്ക് തന്നെ കപ്പ്. നീ വിഷമിക്കാതെ. ആണോ അളിയാ? എന്നാ ശരി, വാട്ട് നെക്സ്റ്റ്? അളിയാ, എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ പകലേതാ രാത്രി അതൊന്നും മനസ്സിലാവുന്നില്ല അളിയാ. അങ്ങനെയാണോ? എന്തുകൊണ്ടങ്ങനെ? അതാളിയാ, നമ്മുടെ കോളേജില്ലേ ആ കുശിയില്ലേ, അവളോട് എനിക്ക് ലൈറ്റായിട്ട് പ്രേമം തോന്നടാ. ഏത് കുശി? അതാണ് ആ കുശി, എൻ്റെ ഫ്രണ്ടല്ലേ. ഡാ, നീ ഈ കാര്യം ഹരീഷിനോട് പറഞ്ഞോ? ഹരീഷ് എൻ്റെ ഫ്രണ്ടല്ലേ, സക്സസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? അളിയാ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, മര്യാദ കേട്ടോ. ഈ സക്സസ്ഫുൾ ലവ് സ്റ്റോറിയൊക്കെ അല്ലേ വെറും സിനിമയിൽ മാത്രമാണ്, റിയൽ ലൈഫിൽ നടക്കില്ല അളിയാ. അളിയാ, നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഓൾറെഡി ഒരു വയസ്സായ ഒരാൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രേമിക്കുന്ന പെണ്ണ് സ്വപ്നത്തിൽ കണ്ണാടിയിലൊക്കെ വന്ന് നിൽക്കുമെന്ന്. അവളാണെങ്കിൽ ഓൾറെഡി കണ്ണാടിയിലും കണ്ടു, എൻ്റെ സ്വപ്നത്തിലും വന്നു. ഇനി എന്താണെങ്കിലും പേര് ഇൻവിറ്റേഷൻ അടിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കി. ശരി അളിയാ, നല്ലത് വരട്ടെ. കൺഗ്രാറ്റ്സ്. അഡ്വാൻസ്. താങ്ക് യു വെരി മച്ച് അളിയാ. താങ്ക് യു അളിയാ. കല്യാണത്തിന് വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഷുവർ അളിയാ, പക്ക. എന്നാലും ഖുഷിയെ കണ്ട് പ്രണയം വരാൻ മാത്രം അവളുടെ അടുത്ത് എന്താ ഉള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ജാ, നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? എൻ്റെ പെണ്ണ് എനിക്ക് സുന്ദരിയായിട്ടിരുന്നാ പോരെ. കൊള്ളാലോ നീ. ഒന്ന് വെറുതെ ഇരിക്കോ?
ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തിനാ അവിടെ? ഇല്ലളിയാ, കുഷീനെ കണ്ടു കഴിഞ്ഞാ ആരാണ് അവളെ പ്രേമിക്കാത്തത് പറ. ഉം, ഉം, ഉം. ആ മുന്തിരി പടം പൂത്തു നിക്കണ. എന്താ ഇത് ഫുള്ള് കാലിയായിട്ട് എടുക്കുന്നത്? വെറും 4-5 പേരാണല്ലോ ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ ആരും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത്? പക്ഷേ എന്താ ഇത്? ഇവനെന്തിനാ എന്റെ സീറ്റിൽ ഇരിക്കുന്നത്? മച്ചാനെ കണ്ടോ? അടിപൊളിയല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് സീനിയർ. എണിക്കടാ, ഇത് എന്റെ സീറ്റാ. നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കും പോ. എന്താ സീനിയർ, അത്രയും സ്ഥലമല്ലേ? നിങ്ങൾക്ക് അവിടെ പോയിരുന്നൂടെ? 5 കൊല്ലമായിട്ട് ഈ ബെഞ്ചിന് വേണ്ടി EMI-യും GST-യും കെട്ടിക്കൊണ്ടുവരുന്ന സീനിയറാടാ ഞാന്. മര്യാദ എന്റെ പോടാ എങ്ങോട്ടെങ്കിലും. കൈ വേദന ഉണ്ട്. ഒന്ന് പോകുന്നുണ്ടോ? എവിടെയെങ്കിലും പോയി ഇരിക്കോ? കൈവേനാണെങ്കിൽ വോളിനെ അടിച്ചിട്ട് പോയി കിടക്കടാ, പോടാ. സീനിയർ നമ്മുടെ പയ്യനല്ലേ, വിട് സീനിയർ. വെളിയിലൊക്കെ എന്തിനാ വിടുന്നത്? ഇവിടെ ഇരിക്കട്ടെ, പാവല്ലേ. നമ്മുടെ പയ്യനാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനും പറഞ്ഞ സീനിയാരിറ്റി വിട്ട് കൊടുക്കാൻ പറ്റുമോ? 5 വർഷത്തെ സീനിയർ അല്ലാടാ പോവാൻ ഞാനേ. എനിക്ക് എണീറ്റ് എവിടെയെങ്കിലും പോയി ഇരിക്കുമോ? ശരി ഇവിടെ ഞാൻ ഫസ്റ്റ് ബെഞ്ചിലെ പെണ്ണിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പോവാ. പെണ്ണിന്റെ അടുത്തിരിക്കാൻ പോകുന്ന അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാ മതി. മാറിയെന്നെ. പെണ്ണിന്റെ അടുത്തിരിക്കാൻ പോകുന്ന അടിച്ച് കൊല്ലിങ്ങ പെണ്ണിന്റെ അടുത്തോളം കേട്ടാ. ആ ഇവിടെയാണ് ഇരുന്നത്. എവിടെയൊക്കെ തേടിയെന്നറിയാവോ? ഹേ ഹായ്. ഹായ്. നീ വന്നത് എന്തായാലും നന്നായി. ഇവിടെ ഇവിടെ ഇട്ട് കൊല്ലാക്കുല ചെയ്യോ? ഹേയ് ധനുഷ്, ഞാൻ അവന് ജാവ പറഞ്ഞു കൊടുക്കായിരുന്നു. നിനക്കും പറഞ്ഞു തരട്ടെ? അയ്യോ, അയ്യോ, എന്റെ പൊന്നുമോളെ എനിക്ക് വേണ്ട. ജാവ ഇല്ലാതെ ജീവിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അളിയ, ജീവിതത്തെ പറ്റി നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോടാ? അതങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞ. എനിക്ക് നീ എന്റെ ജീവനേക്കാൾ വലുതാ. പക്ഷെ നീയാണെങ്കിൽ ഇവന് ജാവയം പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോഴത്തേക്ക് ഇത് മതി, ബാക്കി പിന്നെ നോക്കാം. അളിയാ, ജാവ അല്ലടാ പറഞ്ഞിരുന്നത്, പഠിക്കടാ അളിയാ. എടാ അളിയ, നീ ആദ്യം എസ്കേപ്പ് ആവാൻ നോക്കടാ. ശരി ഓക്കെ അളിയാ, ഞാൻ പോയിട്ട് വരാം. ശരിടാ, നമുക്ക് ക്ലാസ് വെച്ച് കാണാം. ഓക്കെ ബൈ. ഹേയ് ധനുഷ്, പോവല്ലേ? അവനെന്താടാ ഇങ്ങനെ? ഡേ അളിയാ, ആ എവിടാ? ഒരു പെണ്ണിനെ പോലും കാണുന്നില്ലല്ലോ. ഒരു പെണ്ണുമില്ലേ? വാട്ട് എ ബ്യൂട്ടി. ബ്രോ അങ്ങോട്ട് നോക്കിയേ. ഡേയ് എവിടാ? രാമനെ ലക്ഷ്മണനെയും കാണുന്നില്ലല്ലോ. അത് വിട് ബോസേ. ദേ നോക്ക്, സീതാദേവി ഒറ്റയ്ക്ക് വന്നോണ്ടിരിക്കുവല്ലേ. ഇതാടാ കറക്റ്റ് ടൈം. Yes. വാടാ, ചുളൂരൊന്ന് എൻജോയ് വാ ചെയ്യാം. ബോസേ. ഏയ് നിക്ക്, നീ പൊക്കോ. അശോ, എന്തൊരു നോട്ടോടി ഇത്. സൺഷൈൻ നോക്കുന്നത് പോലെ ഉണ്ട്. ഇഡിയറ്റ്. ഓഹോ ബ്യൂട്ടി. ഏയ് ഏയ് ഓഹോ, എവിടെ? സോ സെക്സി. ഏയ് നിക്ക് നിക്ക്. ബോസേ വേണ്ട ബോസേ, ക്രൈം വേണ്ട. അതല്ലടാ. ഖുഷി, നീ ടെൻഷൻ അടിക്കാതെ. ഞാൻ ധനുഷോട് പറഞ്ഞിട്ടുണ്ട്. ഏ ഖുഷി, എന്താ നീ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഇവക്ക് എന്ത് പറ്റി? അളിയാ, പറയളിയാ, ഇപ്രാവശ്യം മിസ്സായതുപോലെ അടുത്ത പ്രാവശ്യം മിസ് ആകാൻ പാടില്ല. എങ്ങോട്ട് പോവാനാ? അവള് തീർച്ചയായും കുടുങ്ങും. ഏയ് ഇവനെന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ? ആരാടാ ഖുഷിയുടെ അടുത്ത് ഇങ്ങനത്തെ വൃത്തികളൊക്കെ കാണിച്ചേ? ഏയ് അവളെ തൊട്ടപ്പോ വേദനിച്ചത് ഇവനാടാ. അളിയാ, എന്താണെന്ന് പോയി നോക്കിയേ. പോ. ഏയ് പോയി അടിക്കടാ അവനെ.
വേണ്ട. നീ എന്തൊക്കെ കള്ളക്കളി കളിച്ചാലും ഓരോ പ്രാവശ്യം കപ്പ് കിട്ടാൻ പോകുന്ന എനിക്കാടാ. ഇന്നോടാ ഈ പ്രാവശ്യം കപ്പടിക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെയാടാ. നീ എന്തിനാടാ അതിനിടയ്ക്ക് കയറി വന്നേ?